ഭൂലോക ചെറ്റിയാണ് എല്ലാ നോക്കാം, നമുക്ക് എടുക്കോ നോക്കാം. പാണ്ടിക്കാട് കുഞ്ഞൻ സീക്രട്ട് ഏജന്റിനെ ഫോൺ വിളിച്ചിട്ട് പറയാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് ഭൂലോക ചെറ്റിയാണെന്ന്. പറയുന്ന ആരാ? ലോട്ടറി പാണ്ടിക്കാട് കുഞ്ഞൻ. ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭൂലോക പരിപാടിയിലേക്ക് നമുക്ക് വരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് കുറച്ച് നാളുകൾ കൊണ്ട് എയറിലാകാനുള്ള കാരണം നമ്മുടെ അച്ചായൻസ് ഗോൾഡിലെ അച്ചായന്റെ വീട് പണിത് കൊടുത്ത വീട് ലൈഫ് മിഷന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ആദ്യം കണ്ടന്റ് പുറത്തു വിട്ടത് സീക്രട്ട് ഏജന്റ് ആണ്. ഇത് സീക്രട്ട് ഏജന്റും അച്ചായനും തമ്മിൽ വലിയൊരു ഉടക്കിലേക്ക് പോയി. ആ സാധനത്തിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോയും ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു അവസരമായിട്ട് കണ്ട് അച്ചായനെ തകർക്കാനായിട്ട് കുറെ പേര് ഇറങ്ങി. തകർക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരാണിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും കീഴ്ച്ച സാധനം പെണ്ണ് കേസ്. ഈ പെണ്ണ് കേസിൽ അച്ചായനെ തകർക്കാൻ ഒരു സാധനം ഇറക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇതാണല്ലോ വിഷയം. അച്ചായൻ സീക്രട്ട് ഏജന്റ് ആണ് വിഷയം. എന്നാ പിന്നെ ഞാനും കൂടെ തലഞ്ഞൊഴിച്ച് കയറ്റിയേക്കാം എന്നും പറഞ്ഞ് തല ചൊഴിഞ്ഞൊഴിച്ച് കയറ്റുന്ന പോലെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് തോന്നിയത്. നമുക്ക് ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നത് കേൾക്കാം. ഭൂലോക ചെറ്റിയാണ് എല്ലാ നോക്കാം, നമുക്ക് എടുക്കോ നോക്കാം. നമ്മളടിച്ച ഇതുവരെ എടുക്കാതൊന്നുമില്ല. സായേ എൻ്റെ അടുത്ത് ഒരുപാട് മീഡിയക്കാരുണ്ട്. ആദ്യം തന്നെ എന്നോട് ഓപ്പണായിട്ട് പറയണം. മീഡിയ ഒരുപാട് മീഡിയന്റെ മുമ്പിലാണ് നിൽക്കണം. അപ്പോൾ പിന്നെ അനക്ക് അടിച്ചെടുക്കുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ അതിൽ ലൗഡ് സ്പീക്കറാണ്. പിന്നെ അപ്പോൾ ഓല് പറയണ സായി പേറിലാണ്. ഇതെന്താണ് ഏറായത്? എന്താണ് അത് പറഞ്ഞ? ഇത് ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ല, ഈ പുള്ളിക്കാരൻ ഒരു ലോട്ടറി സ്കാം പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാരുടെ നിന്ന് പണം മേടിച്ചിട്ട് ആ പണം മേടിച്ച ആൾക്കാരുടെ കൂപ്പൺ എല്ലാം കൊണ്ട് ഇട്ടിട്ട് ആ കൂപ്പണിനകത്ത് കൈയിട്ട് ഒളിപ്പിച്ച് വെച്ച സാധനം പൊക്കിയെടുത്തിട്ട് അത് ഈ ലോട്ടറി പരിപാടി നടത്തിയ ആൾക്കാർക്കും അവരുടെ കുടുംബത്തിനും തന്നെ പ്രൈസ് അടിച്ചു കൊടുത്ത പരിപാടി പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തി. പാണ്ടിക്കാട് കുഞ്ഞാൻ എയറിലായിട്ടുണ്ടായിരുന്നു. ഈ എയറിലായ സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരാൾ സീക്രട്ട് ഏജന്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തതും പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആ ഒരു പേരും പ്രശസ്തിയും അരിച്ച് താഴെ കളഞ്ഞ അയ്യത്ത് കളഞ്ഞതും സീക്രട്ട് ഏജന്റ് ആണ്. കിട്ടിയ അവസരം മലാക്കണമല്ലോ. മലാക്ക് എന്താണ് അച്ചായൻ എന്തെങ്കിലും പറഞ്ഞോ? ജിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും നടക്കുമ്പോൾ അച്ചായൻ എന്തെങ്കിലും പറഞ്ഞോ? ഏതോ ഒരു അച്ചായൻ നീ അച്ചായനെ വല്ലതും പറഞ്ഞോ? നീ എന്റെ സുഹൃത്താന്ന് പറഞ്ഞ ഞാൻ എല്ലായിടത്തും നടക്കുമ്പോൾ നീ അച്ചായനെ പറഞ്ഞ ശരിയായില്ല. ഏതച്ചായൻ? ഏതോ ഒരു അച്ചായൻ. ഏതച്ചായൻ? ഗോൾഡ് അച്ചായനെ കുറിച്ചായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഗോൾഡ് അച്ചായനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതും അറിയാൻ പാടില്ല. ചുമ്മാ ആയിരിക്കും വിടുവാണ്. ഗോൾഡ് അച്ചായൻ സീക്രട്ട് ഏജന്റ് എന്തോ പ്രശ്നം, അഭിപ്രായം പറയാം. അങ്ങനെയാണോ നമ്മൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്? നമുക്കറിയാത്തൊരു വിഷയത്തിനെ കുറിച്ച് അഭിപ്രായം പറയാതിരിക്കല്ലേ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ നാട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ടത്? ആ പറയുന്ന സമയത്തെ ഈ സീക്രട്ട് ഏജന്റുമായിട്ട് വിളിച്ച് സംസാരിച്ച് അന്താരാഷ്ട്ര വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗോൾഡ് അച്ചായനും ഏജന്റും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മീശമാധവന്റെ അകത്ത് ഹരിസുരേഷവും പുല്ല് കടിച്ചിരുന്നല്ലോ, അതേപോലെ അവിടെ കണ്ട് എന്തൊരു പുല്ലും കടിച്ചു പറിച്ചുകൊണ്ടാണ് പുള്ളിക്കാരനെ സംസാരിക്കുന്നത്. അതും ഈ സോഷ്യൽ മീഡിയസിന്റെ ഒക്കെ മുമ്പിലാണ്. അത് കുഴപ്പമില്ല, നല്ല അതിനൊന്നും നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ തെറ്റു പറയാൻ ഞാനാരാ? അപ്പൊ പൊന്നാര സായി, ഞാനൊരു കാര്യം എന്നോട് ചോദിച്ചാണ്. അനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? കുറച്ച് വർത്താനം പറഞ്ഞു. അനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് സീക്രട്ട് ഏജന്റിനോട് ചോദിക്കുന്ന വ്യക്തിത്വമാരാ? പാണ്ടിക്കാട് കുഞ്ഞാൻ എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് വലിയ രീതിയിൽ റീച്ച് ഉണ്ടായത്? കള്ളത്തരത്തില് ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കാറിന്റെ ഒരു സ്കൂട്ടിയുടെ എങ്ങനെ കുറെ ഗിവ് അവേ നടത്തിയിട്ട്, ഈ ഗിവ് അവേ എങ്ങനെ നടത്തിയത്? നാട്ടില് നിയമവിരുദ്ധമായിട്ടുള്ള ലോട്ടറി നാട്ടുകാർക്ക് വിറ്റിട്ട് അതിൽ നിന്നും കൈയിട്ട് വാരിയെടുത്ത ആള് മറ്റേ ആളോട് ചോദിക്കുന്നു നിനക്ക് വല്ല പണിയും എടുത്ത് ജീവിച്ചൂടെയാണ്. നമ്മുടെ പണി എന്താ? പാണ്ടിക്കാട് കുഞ്ഞാന്റെ പണി എന്താ? സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന തന്നെയല്ലേ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പരിപാടി. 10 ലക്ഷം വാങ്ങണ്ടിച്ച ആൾക്കാരെ പച്ചർച്ചി നിന്നിട്ടാണ് വാങ്ങണെന്നാണ് പറയണതേ. എന്നായിക്കോട്ടെ. വേറെന്താ സുഖല്ലേ എനിക്ക്? അനക്കപ്പോ ഫാറൂഖിന്റെ പരിപാടി ഇല്ലേ കുടിയിരിക്കല്? ഫാറൂഖിന്റെ പരിപാടി അവിടെ ഒരു വീടിന്റെ പാലുകാച്ചിന് ഇവരെല്ലാം കൂടെ ഒത്തുകൂടിയപ്പോ നടന്ന ഒരു സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ സംസാരിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങളാണ്. കാരണം എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോസിനോട് അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു ഒപ്പീനിയൻസിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് പുള്ളിക്കാരനോട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല, എനിക്ക് പുള്ളിക്കാരനോട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആൾ ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല.
പുള്ളിക്കാരൻ ചെയ്ത മറ്റൊരു കുറച്ച് കാര്യങ്ങൾ, പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വില കൂടിയ സമയത്ത് വൈഫിന് 20 പവൻ എന്താ വാങ്ങി കൊടുത്തെന്ന് കേൾക്കണ്ടല്ലോ, ഉള്ളതാണ്. അത് ഒന്നാമത് സത്യത്തില് നമ്മള് ലോട്ടറി നടത്തിയില്ലേ, ലോട്ടറി എടുത്തേണ്ട ആഗ്രഹ വിവാദം ഇല്ലേ, അപ്പൊ ആ ലോട്ടറിന്റെ പൈസ എപ്പോഴാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണ 20 പവൻ നമ്മൾ വാങ്ങി വൈഫിന് വാങ്ങി കൊടുത്തത്. ഉള്ളതാണല്ലേ, കുറെ കമന്റ്സ് വന്നു. 20 പവൻ സത്യമാണ്. ഇതും പാടെ കുടിച്ചോണ്ട് ആൾക്കാരായിട്ട് വരുന്നേന്നുള്ളൂ. വരും, തീർച്ചയായിട്ടും ഇതുമാനെ പിടിച്ചോണ്ട് നാട്ടുകാരങ്ങോട്ട് വരും. പുള്ളിക്കാരൻ തന്നെ പറയാണ്, ഞാൻ ഒരു ലോട്ടറി പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ പൈസ ഇപ്പോഴേ ഇറക്കുന്നത്, 20 പവന്റെ ഒരു സ്വർണ്ണം കൊണ്ട് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ നിങ്ങൾ ഈ ലോട്ടറി പരിപാടി നടത്തിയിട്ട് ഏകദേശം എത്ര മാസമായി കാണും? അപ്പൊ ആ സാധനം എല്ലാം ഇതിനകത്തൊന്ന് അടങ്ങി കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന മിക്ക ആൾക്കാരുടെയും പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കണം. വിവാദം ഉണ്ടാക്കിയെങ്കിലേ അതൊന്ന് ലൈം ലൈറ്റ് നിൽക്കത്തുള്ളൂ. അപ്പൊ മാത്രമേ ആൾക്കാരുടെ കൂടുതൽ ട്രാക്ഷനും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് ചെല്ലത്തുള്ളൂ. അത് ചെല്ലാൻ വേണ്ടി എന്തെങ്കിലും വിവാദം ഉണ്ടാക്കണം. ആ വിവാദം കെട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ആ വിവാദം ഒന്ന് കത്തിക്കണം. മറ്റു വിവാദം ഉണ്ടാക്കണം. മറ്റു വിവാദങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ള വിവാദങ്ങൾ തന്നെ വീണ്ടും 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 കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് തന്നെയാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രേണു സുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പൊ ജന്മണി ദസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെലനെതിരെ വള്ളി പിടിച്ചു, ആ വള്ളി അവസാനിപ്പിച്ചു, വീണ്ടും ആ വള്ളി കത്തിച്ചു, വീണ്ടും ഇത് അവസാനിപ്പിച്ചു. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള മിക്ക ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വിവാദം ഉണ്ടാക്കി വിവാദ നായകനായിട്ട് വിവാദിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? പുള്ളിക്കാരൻ പറഞ്ഞാൽ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് അച്ഛന് ഇപ്പൊ ഭയങ്കര വൈറലാണല്ലോ. അച്ചായൻ വയറിൽ പറഞ്ഞാൽ അയാൾ ഒരുപാട് പാവങ്ങൾക്ക് നല്ലോ സ്വന്തമായിട്ട് പണിയെടുത്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് പൈസ കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അച്ഛൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് പണിയെടുത്താ കണ്ടിട്ട് പൈസ അധ്വാനിച്ചിട്ട് കൊടുക്കുകയാണ്. അത് പാണ്ടിക്കാട് കുഞ്ഞാനും മനസ്സിലാക്കിയാൽ മതി. നമ്മള് ലോട്ടറി വിറ്റിട്ടൊന്നും അല്ല കേട്ടോ അച്ഛൻ സ്വർണം വിറ്റുള്ള പൈസയാണ് അച്ഛൻ്റെ. പാവങ്ങൾക്ക് വീട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് ആൾക്കാരും പറയണ്ടാവും. പിന്നെ ഓരോരുത്തർ റീച്ചിനും വേണ്ടിയാണ്ട് അതറിയോ, എന്തെങ്കിലും ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയാണ്ട് ആരെങ്കിലും പേരിൽ ഇങ്ങോട്ട് ഓരോന്ന് അടിച്ചങ്ങോട്ട് പോടും. മറ്റോളേറ്റ് ചാറ്റ് ചെയ്തു, ഇവരേറ്റ് ചാറ്റ് ചെയ്തു. പിന്നെ ആണുങ്ങളാവുമ്പോ കുറച്ചൊക്കെ അല്ലറ ചില്ലറ കുറ്റക്കേടില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവൂല. പിന്നെ ഈ സാധനമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രധാനമായിട്ടും പ്രേരിപ്പിച്ച സാധനങ്ങൾ. ആണുങ്ങളാകുമ്പോഴത്തേനും അല്ലറ ചില്ലറ പെണ്ണ് കേസും പരിപാടികളൊക്കെ ഉണ്ടാവൂടെ, അതിനകത്ത് ഇപ്പൊ എന്ത്? അതെന്താണ്? ആണുങ്ങൾക്ക് കൊമ്പുണ്ടോ? ആണുങ്ങളായ പെണ്ണ് കേസ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഒരു പെണ്ണ് 2-3 ആണുങ്ങളുമായിട്ട് ഇമാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവള് പോക്ക്, അവള് വെടി, അവള് പോക്ക്. പക്ഷെ ആണുങ്ങളാണേ ആണുങ്ങളല്ലേ, ആണുങ്ങൾക്ക് അതൊരു കഴിവല്ലേ. ആ സാധനം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഈ സാധനത്തിനെ വളരെയധികം കോമണൈസ് ചെയ്ത് കാണുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സീനാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പടച്ചു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിവോഴ്സിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങളൊരു 10 പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് 4 പേരും ഡിവോഴ്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആവാനുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സീനിൽ നിൽക്കുന്നവരായിരിക്കും. ഇതേപോലത്തെ ആൾക്കാരാണ് ഇതിന്റെ പ്രശ്നം. ആണുങ്ങള് 3-4 പെണ്ണുങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മള് കഴിവുള്ളവനാ, നമ്മള് 4 പേരെ നമ്മള് സെറ്റ് ചെയ്ത്. പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ പോക്ക് അവള് പോക്ക്, അവള് അവന്റെ കൂടെ പോയി മറ്റവന്റെ കൂടെ പോയി. അതെന്തൊരു സെറ്റപ്പാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആണായാലും പെണ്ണായാലും പോകാതിരിക്കുക. തനിക്കൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ണറിന്റെ കൂടെ മാത്രം നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മൾ നോക്കുമ്പോഴത്തേനും ഇപ്പോ നമ്മള് ഒരു 3-4 പെണ്ണുങ്ങളുടെ കൂടെ പോയി, ആ പെണ്ണ് 3-4 ആണുങ്ങളുടെ കൂടെ പോയി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മളിവിടെ നമ്മുടെ നാട്ടില് വളരെയധികം ഡിഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. പെണ്ണ് പോകുമ്പോഴത്തേനും അത് മോശവും, ആണ് പോകുമ്പോഴത്തേനും അത് ശരിയെന്നും പറയുന്നുണ്ട്. ഇത് പെണ്ണിന് ഈ ചീത്തപ്പേര് കാലാകാലം നിലനിൽക്കുകയും ആണിന്റെ ഈ ചീത്തപ്പേര് പെട്ടെന്ന് അഭിമാന ഘടകമായി മാറുകയും ചെയ്തു. ഈ സെറ്റപ്പ് ഒക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യൻ നിയമപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന് പോകാനേ നിയമപരമായിട്ട് നമ്മുടെ നാട്ടില് ഇപ്പൊ നിയമമുള്ളൂ, ഇപ്പൊ അത് അംഗീകരിക്കുന്നുള്ളൂ. ഒരു ഭാര്യ ഇരിക്കെ മറ്റൊരു ഭാര്യയെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ അവിഹിതം എന്ന് പറയും. അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ഹിതമല്ലാത്ത സാധനമാണ് അവിഹിതം. അപ്പൊ അത് ശരിയായിട്ടുള്ള സാധനമല്ല. ശരിയായിട്ടുള്ള സാധനമല്ല അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ അമ്മാതിരി പരിപാടിക്ക് പരമാവധി പോകാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലയോ, നിങ്ങളുടെ പാർട്ട്ണറിനെ പറ്റത്തില്ലേ, എനിക്ക് അവളെ ഇഷ്ടം, അല്ലെ എനിക്ക് അവനെ ഇഷ്ടം, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോന്ന് വേണ്ടാത്ത വർത്താനം പറഞ്ഞത് അയാൾ കൊടുക്കുന്ന മാതിരി ആരെ കൊടുക്കരുത്, അത് പറഞ്ഞാൽ മതി. നല്ലോണം കൊടുക്കലില്ലേ, ഇല്ലാന്നും പറയാൻ പറ്റും. അല്ല, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നല്ലേ? അല്ല, അങ്ങനെ അത് ചോദ്യം ചോദിച്ചവൻ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. ഇടം കൈ അറിയണോ വലം കൈ അറിയണോ. നമ്മുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോക്കകത്ത് നമ്മള് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ, സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ സാധനങ്ങളൊക്കെ അച്ഛൻ തിരുത്തി. അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ പറഞ്ഞു, അച്ഛൻ അത് മാറ്റി. അച്ഛൻ്റെ നാടക ഡയലോഗുകൾ പറഞ്ഞു, അത് അച്ഛൻ മാറ്റി. അച്ഛൻ മറ്റേ പിള്ളേരുടെ മുഖമല്ലേ ഇപ്പൊ ബ്ലർ ചെയ്ത് തുടങ്ങി. ഇതാണ് അച്ചായ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞു. അച്ചായൻ അതെല്ലാം തിരുത്തി.
അപ്പൊ അയാളെ നമ്മൾ ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം വേറെ കുറെ കാര്യങ്ങളാണ് ഇവ ഈ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. പുള്ളിക്കാരനോട് നമ്മൾ ഈ ആൾക്കാർ കുറെ എതിർപ്പുകൾ പറഞ്ഞു, ആ എതിർപ്പെല്ലാം പുള്ളിക്കാരൻ പോസിറ്റീവ് ആക്കി മാറ്റി. അതിലാണ് നമ്മൾ അങ്ങേരെ അംഗീകരിച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ. അല്ലാതെ അതിന് പകരം പിന്നെ ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ചായൻ അങ്ങനെ ഒരു വീട് പണിത് കൊടുത്തിട്ടില്ലെന്നോ അച്ചായൻ അതിനകത്ത് ഉടായ്പ കാണിച്ചെന്നും അല്ല പറയുന്നത്. അച്ചായൻ അത് ലൈഫ് മിഷന്റെ വീടായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞത് അച്ചായൻ അതിന് ശേഷം ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് അച്ചായൻ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈഫ് മിഷന്റെ പദ്ധതിയായിട്ട് പണിത് തീർക്കാൻ പറ്റാത്ത വീട് അച്ചായൻ പണിത് കൊടുത്തു അച്ചായൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് അച്ചായൻ അത് കൺഫസ് ചെയ്തു. ഇനി എന്താണ് അതിനകത്ത് പ്രശ്നം? അങ്ങേര് ചാരിറ്റി ചെയ്യുന്നത് അങ്ങേരുടെ കാര്യത്തിന് അങ്ങേര് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്തു. അയാൾ നല്ല കൊടുക്കണില്ല എങ്ങായി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര ആള് ചാരിറ്റിപരമായിട്ട് വീഡിയോ ചെയ്യുന്നത്, വീഡിയോ ഇട്ടുകാണ്ടല്ല ഇതൊക്കെ കൊടുക്കണത്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് അത് ലെവലാക്കിയിട്ടുള്ളത് കൊടുക്കില്ല. ഇതിനകത്ത് ഈ അച്ചായൻ ഇപ്പൊ ചാരിറ്റി ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇപ്പൊ ആ പ്രശ്നം മാറി വന്നിരിക്കുന്നത് അച്ചായൻ ഒരു സ്ത്രീ ലംബടനാണ്, അച്ചായൻ ആ സെറ്റപ്പ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അതിനെതിരെയാണ് നമ്മളെല്ലാവരും സംസാരിച്ചതും പ്രതികരിച്ചതും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തതെല്ലാം അതിനെതിരെയാണ്. ഇപ്പൊ അച്ചായൻ ചെയ്യുന്ന ഒരു വിഷയത്തിന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സംശയങ്ങൾ ഉന്നയിക്കുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ഇല്ലാത്തൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് അയാളെ നാണം കെടുത്തി അയാളെ സോഷ്യൽ മീഡിയയിൽ വൈപ്പ് ഔട്ട് ചെയ്യുന്ന സാധനത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചവനും തന്നെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും ഇതൊക്കെയാണ് പണ്ടിക്കാട് കുഞ്ഞാൻ ചേട്ടന്റെ അഭിപ്രായങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. ബൈ.